എല്ലാവർക്കും നീതുസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ്, സവോള, ക്യാരറ്റ് ഇത് മൂന്നും കൂടി നല്ലവണ്ണം അരിഞ്ഞെടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുന അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് പച്ചമുളക്, അതൊരു 5-6 പച്ചമുളക് വേണം എരിവിന് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റി മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് ഞാൻ യൂസ് ചെയ്ത വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് മസാലകൾ ചേർക്കാം. അതായത് കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോലം ഇതെല്ലാം കൂടി എണ്ണ ചൂടായതിന് ശേഷം അതിലേക്കിട്ട് ചൂടാക്കുക. അതിനുശേഷം ഞാൻ ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞതാണ്. അതിൻ്റെ മണവും മാറിയതിന് ശേഷം പച്ചമുളകും കൂടി ഇടാം. പച്ചമുളകിൻ്റെയും കൂടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം സവാള വഴറ്റിയെടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സഹായിക്കണേ. സവാള വഴരാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുവാണെങ്കിൽ വേഗം സവാള വഴണ്ട് കിട്ടും. പിന്നെ നല്ല മണത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. സവാള ഏകദേശം വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് നല്ലവണ്ണം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി വെക്കാൻ മറക്കരുത്, അടി പിടിക്കാതെ. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ആയിട്ട് മാറ്റി വയ്ക്കണം. അതിൽ 2-ാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. വേവാൻ ആവശ്യമായിട്ടുള്ള 2-ാം പാല് അതിലോട്ട് ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അതിനായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഗരം മസാലയാണ്. പിന്നെ കുരുമുളക് പൊടി ഇതിൽ ഒരു വലിയ ഘടകമാണ് ടേസ്റ്റിന്. കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക. ഓരോ ടീസ്പൂൺ വീതം 2ഉം ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കശുവണ്ടി എടുത്തിരുന്നു. ആ കശുവണ്ടിയും കൂടി ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നുണ്ട്. കശുവണ്ടിയും കൂടി ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും കിട്ടും കേട്ടോ. അതിനായിട്ട് ഞാൻ കശുവണ്ടിയും കൂടി മിക്സിയിലിട്ടടിച്ച് എടുക്കുന്നുണ്ട്, പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. മൂടി വെച്ച് വേവിക്കാം. ഇത് കശുവണ്ടി ഞാൻ അടിച്ചെടുത്തതായിരുന്നു. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്നെടുത്ത് നോക്കണം കേട്ടോ, വെന്തോന്ന്. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെന്തോന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ വേവായിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ലാസ്റ്റ് നമ്മുടെ 1-ാം പാലും കൂടി ചേർത്ത് ഇളക്കുക. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് മൂടി വയ്ക്കാം. ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, പാലപ്പത്തിൻ്റെ കൂടെയും കള്ളപ്പത്തിൻ്റെ കൂടെയും പിന്നെ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ കൂടെ കഴിക്കാവുന്നതാണ്.
അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.